ഹലോ ഗൈസ്, അപ്പോൾ ഞാനൊന്ന് അക്ഷയ വരെ പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ് കേട്ടോ. റെഡി ആവലൊക്കെ കഴിഞ്ഞു. അപ്പോൾ കുറച്ച് എന്താ പറയുക, പട്ടി ഷോയും കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് മഴക്കൊക്കെ നല്ലൊരു കുറവൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പോകാമെന്ന് വിചാരിച്ചു. കാരണം എൻ്റെ പാൻ കാർഡ് ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ്. പാൻ കാർഡ് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ ഫസ്റ്റ് തന്നെ ഫുഡ് കഴിച്ചിട്ട് പോകാൻ വിചാരിച്ചു. സ്വാഗതം കയറിയിട്ട് സദ്യയും, ഒരാൾ സദ്യയും, രണ്ടിടങ്ങൾ ചോറൊക്കെ എന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സാമ്പാർ ഒരു എന്നത്തെയും പോലെയല്ല, ഒരു ഫ്ലോപ്പ് ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അതുകൊണ്ട് ചോറൊന്നും അങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പായസം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ, പാലട പായസം, പാലട. അപ്പോൾ അതൊക്കെ കുടിച്ച് പിന്നെ അങ്ങനെ അവിടെ നിന്ന് നമ്മൾ നേരെ ഇറങ്ങുകയാണ്. ഒരു കണ്ണ് കാണാത്ത ഏട്ടന് പാട്ട് പാടുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു നാളെ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട്. പാടുന്നുണ്ടായിരുന്നു കേട്ടോ ആള്. നമുക്ക് ഓരോരുത്തർക്കും ഓരോ കഴിവ് പഠിച്ചോൻ തരും എന്ന് പറയുന്നത് വെറുതെ അല്ല. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അത് കേട്ട് വന്നതിന് ശേഷം പിന്നെ ബസ് വന്ന് ബസ് കയറിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് മഴ ഉണ്ടായിരുന്നു. അപ്പോൾ ഗ്ലാസ്സൊക്കെ ഇങ്ങനെ മൂടി കിടക്കുന്നുണ്ട്. അപ്പോൾ ഒരു ക്ലിയർ കുറവുണ്ടാവും. പിന്നെ എന്താ പറയുക, നമ്മൾ നേരെ കച്ചേരിപ്പടി സ്റ്റാൻഡിലെത്തുമ്പോഴാണ് കേട്ടോ പിന്നെ വീഡിയോ എടുക്കുന്നത് ബസ്സിൽ നിന്ന്. പിന്നെ അക്ഷയയിലെത്തി. മഞ്ചേരി അക്ഷയക്കാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. കാരണം നമ്മൾ മഞ്ചേരി അക്ഷയയിലാണ് അധികം എല്ലാ കാര്യങ്ങൾക്കൊക്കെ വരാറുള്ളത്. മലപ്പുറത്താണെങ്കിലും അവിടെയൊക്കെ അക്ഷയ ഉണ്ട്, പക്ഷെ നമുക്ക് ഒന്നും കൂടെ പരിചയം ഇവിടെയാണ്. അതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ പാൻ കാർഡ് നഷ്ടപ്പെട്ടതായിരുന്നു. അപ്പോൾ എനിക്ക് ഇവിടുന്ന് ഒരു മിസ്റ്റേക്ക് പറ്റി. ഞാൻ അതിൻ്റെ നഷ്ടപ്പെട്ട പാൻ കാർഡിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായില്ല. പുതിയ പാൻ കാർഡ് എടുക്കാൻ എന്നുള്ള രീതിക്കാണ് അവിടുന്ന് പറഞ്ഞ് പൈസ ഒക്കെ അടച്ച് എന്നോട് 4 ദിവസം കൊണ്ട് ഇതിന് പുതിയ പാൻ കാർഡിൻ്റെ നമ്പർ റെഡി ആയിട്ട് വിളിക്കും എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ബുദ്ധിയില്ലാത്തരം കാണിച്ചു. ഞാനത് പറയണമായിരുന്നു, പക്ഷെ ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ച് നഷ്ടപ്പെട്ടില്ല, ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല, വേറെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ അവർ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞ്, നിങ്ങളെന്താണ് പറയാഞ്ഞത്, വേറെ ഉണ്ടായിരുന്നു എന്ന് നഷ്ടപ്പെട്ടതിനെ കുറിച്ച് പറയാഞ്ഞത്, പാൻ കാർഡ് അപ്പോൾ ആ നമ്പർ തന്നെ വേണമെന്ന് പറഞ്ഞിട്ടോ. പിന്നെ അടുത്ത പണി വന്നു, ഇനി ആ നമ്പർ കൊണ്ട് അവിടേക്ക് ചെല്ലണം. അങ്ങനെ നമ്മൾ അവിടെ ഉള്ളൊരു ഫാൻസി ഉണ്ട് കേട്ടോ. നമ്മളെപ്പോഴും കയറുന്ന ഒരു ഫാൻസിയാണ്. അടിപൊളിയായിട്ടുള്ള എല്ലാ പ്രൊഡക്റ്റും ഉണ്ട്. അപ്പോൾ ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡ് മേടിക്കാൻ വേണ്ടിയിട്ട് ലിപ്സ്റ്റിക് ഷെയ്ഡും പിന്നെ ഒരു സൺസ്ക്രീനൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു വേസ്റ്റ് കൊട്ട മേടിക്കാനും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നോക്കുമ്പോൾ അല്ലെങ്കിൽ നല്ല വലുത്ത്, പിന്നെ ഇത് കണ്ടോ, അതൊരു ചെറിയ കുഞ്ഞ് വേസ്റ്റ് ബാസ്ക്കറ്റ് ഇട്ടോ. അപ്പോൾ അത് കണ്ടിട്ട് ഞങ്ങൾ കുറേ ചിരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഒരു ചെറിയ കുട്ടികൾ കളിക്കണ കളിപ്പാട്ടത്തിൻ്റെ ഒക്കെ അതേ സെയിമിലൊക്കെ ഉള്ള ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് ആയിരുന്നു. പിന്നെ നമ്മളെ നീണ്ട കട ഉണ്ടല്ലോ, അവിടെ നിന്ന് ചായ, ഹോർലിക്സും ലൈമും പിന്നെ നല്ല പൊരിക്കടികളുണ്ട് ഇവിടെ ലൈവായിട്ടോ. നല്ല രസമാണ് ഇവിടുത്തെ പൊരിക്കടികൾ. മഞ്ചേരി ഉള്ളവർക്കൊക്കെ അറിയുണ്ടാവും. പിന്നെ ഞാൻ ലവളെ വീഡിയോ എടുക്കാനാക്കിയതായിരുന്നു കേട്ടോ. ഓളെടുത്ത വീഡിയോ ആണത്. അവളെ പറഞ്ഞിട്ട് കാര്യമില്ല, അവൾ റെഡി ആയിക്കോളും. പിന്നെ ഈ മൈജിൻ്റെ ആൾക്കാർ നമ്മളോട് എന്തൊക്കെ ചോദിച്ചിട്ട് ഓലൊരു ഹെഡ്സെറ്റൊക്കെ തന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.